കാറ്റിന്റെ വാതിൽ ചാരാതെ പോകുന്നു. മാമ്പൂക്കൾ പൂക്ക നീഹാരം പെയ്യാരാവെന്തേ നീറുന്നു. വെൽക്കം മാനവ്. Can't let you get away. വാവ്, ഓൺ ടൈം ആണല്ലോ മനു. എങ്ങനെ തോന്നിയടാ നിനക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ? എന്തുകൊണ്ട് തോന്നിക്കൂടാ? അതിന് നീ എന്റെ ആരാ? നിന്നെ ഞാൻ എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അല്ലേടാ കണ്ടേ. ഞാൻ പറഞ്ഞു അതിനെന്നെ അങ്ങനെ കാണാൻ. അത് കൊള്ളാം. അതേടാ, എന്റെ ഭാഗത്താ തെറ്റ്. നിന്നെ വെറും ഒരു സ്റ്റാഫായി കണ്ടാ മതിയായിരുന്നു. എവിടെടാ ജാനി? ജാനി, ജാനി! ഒന്ന് നിർത്ത് മനു. ഇങ്ങനെ കിടന്ന് കൂവുന്ന എന്തിനാ? ദാ കിടക്കുന്നു നിന്റെ ജാനി. ജാനി, അല്ല മനു, നിനക്ക് ആ പെൺഡ്രൈവ് എങ്ങനെയാ കിട്ടിയേ? ഈ ആമി വഴി കിട്ടാൻ സാധ്യതയില്ല. പിന്നെങ്ങനെയാ? ഒരു സമയം ദൈവമില്ലെന്ന് വിശ്വസിച്ചവനാടാ ഞാൻ. എന്നാ ദൈവമുണ്ട്. അതുകൊണ്ടാ എല്ലാ തെളിവോട് കൂടി നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്നേ. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ അറിയാനുള്ളൂ. എവിടെ എന്റെ യാമി? നിനക്കറിയാം അവൾക്ക് എന്താ പറ്റിയതെന്ന്. അതെ, എനിക്ക് മാത്രമാണല്ലോ അതറിയാവുന്നത്. പറയടാ നായേ, എന്റെ യാമിക്ക് എന്താടാ പറ്റിയേ? എന്തേ കൂടുതൽ ഇവിടെ കിടന്ന് ഷോറക്കിയ എന്റെ പൊന്നു മോനെ മനു, നീ ഇവാന്റെ തനി സ്വഭാവം അറിയും. നീ ഒന്ന് സമാധാനിക്ക്, ഞാൻ പറയാടാ. നിന്റെ യാമി, അവള് വന്നത് എന്റെ കണക്ക് കൂട്ടലുകൾ അത്രയും തെറ്റിച്ചത്. അതുവരെ എന്റെ എല്ലാ ഡ്രഗ് ഡീലിങ്സും വളരെ സ്മൂത്തായി പൊയ്ക്കൊണ്ടിരുന്നതാ. നിനക്കോ അജുവിനോ പോലും കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത് അവളൊരു ദിവസം കണ്ടുപിടിച്ചു. ഡാ പെട്ടെന്നാവട്ടെ, അവൻ വരുന്നതിന് മുമ്പ് എല്ലാം വണ്ടി കയറ്റാനുള്ളതാ. ഇവാൻ നമ്മൾ മുമ്പ് എത്തിച്ചതിൽ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് അവര് പറഞ്ഞായിരുന്നു. പിന്നെ ക്വാളിറ്റി നോക്കാൻ ഫ്രൂട്ട്സ് ആണല്ലോ കെട്ടിപ്പൊതിഞ്ഞ് അയക്കുന്നേ. ഡ്രഗ്സിനൊക്കെ ഈ ക്വാളിറ്റി മതി. യാമി, അത് യാമി, ഇത് പിന്നെ എന്ത് പിന്നെ? ഇവൻ നിന്നെ വിശ്വസിച്ചല്ലേ മനു എല്ലാം ഇവിടെ നിന്നെ ഏൽപ്പിച്ചിട്ട് പോന്നേ. എന്നിട്ട് നീ കാണിക്കുന്നതോ? യാമി, എനിക്കതൊരു മിസ്റ്റേക്ക് പറ്റിയതാ. സോറി, ഇനി ഞാൻ ഉണ്ടാവില്ല. ഉണ്ടാവാതിരുന്നാ നിനക്ക് കൊള്ളാം. ഇത് ഞാൻ അങ്ങ് മറക്കും. പക്ഷേ അവളതൊന്ന് മറക്കുമെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ ഞാൻ പോലും അറിയാതെ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. വാസ്റ്റഡ്. പിന്നെ അവള് കാണിച്ചതായിരുന്നു ലോകമണ്ടത്തരം. പെട്ടെന്നെടുത്ത് മാറ്റടാ. ഇപ്പൊ അവനെ മാത്രം സൂക്ഷിച്ചാ പോരാ, അവന്റെ മറ്റവളെ ഒളിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നിന്റെ കള്ളത്തരം ഞാൻ ഇന്നോടെ പൊളിക്കും. ഇവ മണ്ടത്തരം കാണിച്ചല്ലോ യാമി നീ. ഹലോ മനു. പറയടോ. അല്ല, നീ ഇപ്പൊ ഓഫീസിൽ നിന്ന് എങ്ങോട്ട് പോയതാ? സോറിടോ, ഞാനത് പറയാൻ വിട്ടുപോയി. മാധുവിന് പെട്ടെന്നൊരു പനി, അവളെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് വന്നതാ. ഇപ്പൊ ഞാൻ വീട്ടിലെത്തി. ഇനി എന്തായാലും ഞാൻ ഓഫീസിലേക്കില്ല. ബട്ട് മനു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എങ്കിൽ ഇങ്ങോട്ടേക്ക് പോരെ, ഞാൻ തിരിച്ചു ഹോസ്റ്റലിലേക്ക് ആക്കാം. ഹാഫ് ഡേ ലീവ് എടുത്തോ. ഓക്കെ. അല്ല, നീ ഫുഡ് കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ല. എങ്കിൽ നീ കഴിക്കണ്ട, ഇവിടെ വന്നിട്ട് കഴിക്കാം. ഓക്കെ ഓക്കെ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു അവളുടെ വിചാരം. പുന്നാര മോളുടെ അതിബുദ്ധിക്കുള്ള സമ്മാനം ഞാൻ അപ്പം തന്നെ കൊടുത്തു. നിന്നെ കാണാനിറങ്ങി അവളെ ഞാനങ്ങ് പൊക്കി.
നിങ്ങൾക്ക് ആരാ? വിടന്നെ. ഞങ്ങൾ ആരാന്ന് നിനക്ക് അറിയില്ലേ മോളെ? ഇവാൻ? അതെ, ഇവാൻ. എന്നെ വിട്, എനിക്ക് പോണം. വിട്ടിട്ടെന്തിനാ? എന്നെ അങ്ങ് ഉണ്ടാക്കാനല്ലേ? അതേടാ, അതിന് തന്നെയാ പോകുന്നേ. ഇത്രയും നാള് നിന്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കൊണ്ടു നടന്ന എന്റെ മനുവേട്ടൻ നീ പറ്റിക്കല്ലായിരുന്ന. അങ്ങനെയോട് എല്ലാം വിളിച്ചു പറയാൻ തന്നെ പോകുന്നേ. ഇതോടെ എല്ലാം അവസാനിക്കും. ആണോ? ഞാനങ്ങ് പേടിച്ചു. നീ പേടിക്കും ഇവാൻ. നിന്റെ കള്ളത്തരം ഈ ലോകം അറിയുന്നത് വരെയുള്ളൂ നിന്റെ ഈ ആൾമാറാട്ടം. അതിന് മനു ഇത് അറിഞ്ഞാലല്ലേ? അതിനു മുമ്പ് മോള് ബൈ ബൈ പറയൂലേ? ഇവാൻ, എന്നെ ഒന്നും ചെയ്യരുത്. ആ പാവത്തിനെ നീ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നേ? ഞാൻ ഭയങ്കര സെൽഫിഷാണ് യാമി. എനിക്ക് എന്റെ വളർച്ചയാ വലുത്. മനുഷ്യരെല്ലാരും സെൽഫിഷാണ് ഇവാൻ. ബട്ട് നന്മയുടെ ഒരു ചെറു കണമുള്ളവർ ആരും നിന്നെപ്പോലെ ഇതുപോലെ പറ്റിച്ച് ജീവിക്കില്ല. എടി മോളെ, നീ പറയുന്നതിനൊക്കെ വേദനിക്കും. പക്ഷെ നിന്നെ ഞാൻ അങ്ങനെ അത്ര പെട്ടെന്ന് വേദനിപ്പിക്കില്ല കേട്ടോ. സ്നേഹിച്ച് കൊല്ലും. അതിനു മുന്നേ എന്റെ മോളെ പെൻഡ്രൈവ് ഇങ്ങത്താ. അതൊരിക്കലും നിനക്ക് കിട്ടില്ല. നിനക്കത് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പറ്റില്ലായിരിക്കും. പക്ഷെ എത്ര നാള് കഴിഞ്ഞാലും അത് മനുവിന്റെ കയ്യിൽ കിട്ടുക തന്നെ ചെയ്യും. അതിനുശേഷം നിനക്ക് സംഭവിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിർത്തടി. അവള് വന്നപ്പോ തൊട്ട് അവൾ എന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയതാ. നിന്നെ ഞാൻ കണ്ടപ്പോ തൊട്ടേ നോട്ടിട്ടതാ മോളെ. പക്ഷെ അവൻ നിന്നെ അങ്ങ് എടുത്തു. പക്ഷെ കാര്യമില്ലല്ലോ, അനുഭവിക്കാനുള്ള യോഗ എനിക്കാടി. ഇങ്ങോട്ട് പാടി. നീ എന്നോട് ഈ ചെയ്യുന്നതിനെല്ലാം എന്റെ മനു നിന്നോട് പകരം ചോദിക്കും. അന്ന് നിനക്ക് ഇതിനേക്കാളും ഇരട്ടി വേദന അനുഭവിക്കേണ്ടി വരും ഇവാൻ. ഇപ്പൊ നിന്നെ ഞാൻ അറിയിക്കാടി. ചത്ത് നാശം. ഇതിനെ ഞാൻ ഇനി എന്ത് ചെയ്തിട്ടാ കാര്യം? വല്ല പൊട്ടക്കണത്തിൽ കൊണ്ട് തള്ളടാ. അയ്യോടാ പാവം. സങ്കടം വരുന്നുണ്ടോ മനു? ഇവള് വന്നപ്പോ ഞാൻ വിചാരിച്ചു നീ അങ്ങ് അവളെയും കെട്ടി ഒതുങ്ങുമെന്ന്. എവിടെന്ന്? ഇവളെ കൂടെ കിടക്കേണ്ട സമയം യാമി എന്ന് പറഞ്ഞ് നടക്കുകയല്ലായിരുന്നു. ഇപ്പൊ സത്യം അറിഞ്ഞില്ലേ? നിന്റെ യാമി ഇനി ഒരിക്കലും വരില്ല. നിന്റെ യാമി ചത്തുപോയിന്ന്. നിനക്ക് എന്നെ ജയിക്കാൻ കഴിയില്ല മനു. സ്നേഹിക്കപ്പെടുന്നവരെ നഷ്ടപ്പെടുമ്പോൾ വേദന നിനക്കറിയില്ല. നീ എന്റെ ജീവനായി എന്നിൽ നിന്നെടുത്ത്. ദൈവം നിന്നോട് ക്ഷമിച്ചാലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ലടാ. പോയല്ലോടാ, എല്ലാം പോയല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. എൻ്റെ യാമിയെ കൊന്ന നിന്നെ ഞാൻ ഇങ്ങനെയല്ല വേദനിപ്പിക്കേണ്ടത്. പക്ഷെ ഒരു സമയം നീ എനിക്ക് ആരൊക്കെയോ ആയിരുന്നു. ആ നിന്നെ എനിക്ക് പറ്റുന്നില്ല. ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എങ്കിലും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നീ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നീ എനിക്ക് തന്ന നശിച്ച ഓർമ്മകൾ എന്നിൽ നിന്ന് പോട്ടെ.
വന്നപ്പോ തൊട്ട് ഒന്ന് വെള്ളം പോലും കുടിക്കുന്നില്ല. എന്റെ യാമി എന്തുമാത്രം വേദന സഹിച്ചു കാണും. ഞാൻ രക്ഷിക്കുമെന്നോട് വിചാരിച്ച കാണില്ലേ? ഒന്നും അറിയാതെ ഞാൻ ഇത്രയും നാളും. മനുവേട്ട ഒന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ. ഇവൻ ചെയ്തതിനുള്ള ശിക്ഷ മനുവേട്ടൻ തന്നെ കൊടുത്തില്ലേ? യാമിയെ വേദനിപ്പിച്ചവനെ മനുവേട്ട ശിക്ഷിച്ചില്ലേ? അങ്ങനെ സമാധാനിക്ക്. ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മനുവേട്ട പ്ലീസ് ഇങ്ങനെ കരയല്ലേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അവസാനം എനിക്കൊന്നും കാണാൻ പോലും കിട്ടിയില്ലല്ലോ എന്റെ യാമിയെ. മനുവേട്ട മനുവാണ് ഇവാനെ കൊന്നതെങ്കിലും സുരക്ഷയ്ക്കായി അർജുൻ ഇവാനെ കൊന്നതായി റിപ്പോർട്ട് നൽകി. മനുവേട്ട വാടോ. എന്താ ഇവിടെ വന്നിരിക്കുന്നേ? കിടക്കുന്നില്ലേ? ജാനി, നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? എന്തിന്? ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ഐ ആം റിയലി സോറി. എന്റെ പൊന്നു മനുവേട്ട ഒന്ന് നിർത്ത്. എന്നും ഇതല്ലേ പറയുന്നേ? എന്നെ വിഷമിച്ചതിനുള്ളതൊക്കെ ഞാൻ ഭാവിയിൽ തന്നോളാം. പോരെ? മതി. ജാനി, ആ പെൻഡ്രൈവ് നിന്റെ ബാഗിൽ എങ്ങനെയാ വന്നതെന്നുള്ളത് നിനക്കറിയില്ല എന്നുള്ള സത്യമാണോ? സത്യം മനുവേട്ട, എനിക്കറിയില്ല അത് എങ്ങനെയാ വന്നതെന്ന്. എന്തായാലും ദൈവത്തിന്റെ വിധി പോലെ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് കറക്റ്റായി വന്നില്ലേ? അതിനുവേണ്ടിയായിരിക്കും ഞാൻ മനുവേട്ടന്റെ ലൈഫിലേക്ക് വന്നത്. എന്ത് വെച്ചോടോ? എന്താ കരയുന്നേ? ഇതൊക്കെ ഞാൻ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു മനുവേട്ട. പക്ഷെ അന്നൊക്കെ എനിക്ക് കിട്ടിയതൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും ഇഷ്ടമില്ല. ഇനിയെങ്കിലും ഞാൻ വിശ്വസിച്ചോട്ടെ, ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടുമെന്ന്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല നിന്നെ. പക്ഷെ ദൈവം എനിക്കായി കരുതി വെച്ചത് നിന്നെയായിരുന്നു. നിനക്ക് കിട്ടാതിരുന്ന സന്തോഷം, ഞാൻ എനിക്കായി നിഷേധിച്ച സന്തോഷം, അതിന് എനിക്ക് വേണം. ഐ ലവ് യു ജാനി. ഐ ലവ് യു ടു. பார்த்த விழிகள், நீ பார்த்த நொடிகள், கேட்டாலும் வருமா, கேட்காத வரமா? இது போதுமா? இதில் அவசரமா? இன்னும் வேண்டுமா? அதில் நிறைந்திடுமா? நான் பார்த்த நாள் நம் வசம் வருமா? உயிர் தாங்குமா என் விழிகளின் முதல் வலி? நிஜமடி பெண்ணே, தொலைவீதில் உன்னை நிலவீதில் கண்டே நடமாட. வலிமடி பெண்ணே, வரைமுறை இல்லை, வதைக்கிறாய் என்னை மெதுவாக. நீ பார்த்த விழிகள், நீ பார்த்த நொடிகள், கேட்டாலும் வருமா, கேட்காத வரமா? മനു, എനിക്ക് സന്തോഷമായി. ഇത്രയും നാളും എനിക്ക് വേണ്ടി നീ വേദനിച്ചില്ലേ? നിനക്കൊരു ജീവിതം നീ വേണ്ടെന്ന് വെച്ചില്ലേ? ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം സന്തോഷത്തോടെ. ജാനകി നിന്നെ വേദനിപ്പിക്കില്ല, അത് ഉറപ്പാ. എനിക്ക് ഫോമിൽ നിന്ന് പോകാൻ സമയമായടോ. കുറച്ച് നാളത്തേക്കാണെങ്കിൽ എനിക്ക് നിന്നിലൂടെ ഒരു അമ്മയെ കിട്ടി, ഒരു സഹോദരിയെ കിട്ടി, ഒരുപാട് സ്നേഹം കിട്ടി. ഒരു അനാഥയായ എനിക്ക് ഈ ജന്മം ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ കിട്ടി. താങ്ക് യു സോ മച്ച്. അടുത്ത ജന്മമെങ്കിലും എനിക്ക് നിൻ്റേതാവാൻ പറ്റട്ടെ. ലവ് യു സോ മച്ച്. എന്നാലും എങ്ങനെയായിരിക്കും ആ പെൻഡ്രൈവ് എന്റെ ബാഗിൽ വന്നത്? നീ പേടിക്കണ്ട, നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോകുന്നേ, അവര് നോക്കിക്കോളും. നോക്കിയാ മതിയായിരുന്നു. ബി കൂൾ മാൻ.
ഈശ്വര, എനിക്കിത് മനുവിനെ ഏൽപ്പിക്കാൻ പറ്റും? ആരും ഇവനെ ഫോളോ ചെയ്യുന്ന പോലെ മനുവിനത് കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് വല്ലതും പറ്റിയാലോ? അങ്ങനെ സംഭവിച്ചൂടാ. മനു ഇതറിയണം. ആരാ ഇവര്? ദൈവമേ, നീ എന്നൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ ഈ കുട്ടിയുടെ ബാഗിൽ ഈ പെൺഡ്രൈവ് ഇടുക. എങ്ങനെയെങ്കിലും ഇതെന്റെ മനുവിന്റെ കയ്യിൽ എത്തിക്കണേ. എന്തായാലും ഓക്കെ ആയല്ലോ എല്ലാം. ജാനി, ദാ ജീവേട്ടൻ വന്നു. ഏട്ടൻ വന്നു? ആ, ദാ വരുന്നു. യാമി എന്ന സ്നേഹത്തെ നഷ്ടപ്പെട്ട മനുവിന്റെ കുത്തൊഴിഞ്ഞ ജീവിതത്തിലേക്ക് ഒരു പട്ടം പോലെ കയറി വന്നവളാണ് ജാനകി. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞു. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായവർ ഇനി വരാൻ പോകുന്ന പ്രതിസന്ധികളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒന്നിച്ച് പോരിടാനായി അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.